കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിൽ യുവാവിന് കുത്തേറ്റു. പൊടിപ്പിൽ രമേശനാണ് കുത്തേറ്റത്. 100 രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തലയ്ക്കും കൈമുട്ടിനും പരിക്കേറ്റ രമേശ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. 100 രൂപ കൊടുക്കാണ്ടായിരുന്നു. അത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ തരിപ്പടിച്ച് അന്നേരം അവൻ്റെ ഞങ്ങൾ ഒരു മെൽവൃത്തം നടന്നപ്പോൾ അവൻ്റെ മരുവൻ വന്ന് തലക്ക് കരിങ്കല്ലോട് തല്ലുകയും കത്തിയോട് കൈക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ചോരയെ കുളിച്ച് യൂട്യൂബിൽ വാട്സപ്പിലൊക്കെ ചെക്കന്മാർ വിളിച്ചിട്ടുണ്ട്. 5-6 ദിവസം അവൻ്റെ വേണ്ട പണിക്ക് വരുന്നു. അവന് പൈസ കൊടുക്കാനില്ല. 400 കൊടുക്കാണ്ടായാലും 300 കൊടുത്ത് 100 നാളെ തരാമെന്ന് പറഞ്ഞാൽ വെള്ളടിച്ച് എന്നോട് ചെയ്താണ്. അങ്ങനെ ഞാനൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, എന്താണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു ഈ സംഭവം? പൂജ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പുതുപ്പാടി സ്വദേശിയായിട്ടുള്ള രമേശനും അതുപോലെ തന്നെ നിശാന്തും ഇവരുടെ ബന്ധുവുമൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഈ ജോലി ചെയ്തതിന് ശേഷം ഈ കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അതിലൊരു 100 രൂപയുടെ ഒരു വാക്കുതർക്കമുണ്ട്. 100 രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വാക്കുതർക്കമുണ്ടായിരുന്നു. ആ വാക്കുതർക്കത്തിലാണ് അങ്ങാടിയിൽ വെച്ച് ഇവർ തമ്മിൽ പ്രശ്നം തുടങ്ങുന്നത്. ആ രമേശനും ഈ കത്തിക്കൊണ്ട് കുത്തിയാളെന്ന് പറയുന്നത് നിശാന്താണ്. ഇവരുടെ തന്നെ, അതായത് രമേശിന്റെ ബന്ധുവായിട്ടുള്ള ആളുടെ മരുമകനാണ് ഈ നിശാന്ത് എന്ന് പറയുന്ന കക്ഷി. അവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ്. ആ വാക്കുതർക്കത്തിനൊടുവിൽ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് രമേശിനെ ആക്രമിക്കുകയായിരുന്നു. കയ്യിന് നല്ല രീതിയിൽ ഈ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് രമേശന്റെ. അതുപോലെ തന്നെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കല്ലുകൊണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഉടനെ തന്നെ രമേശനെ തൊട്ടടുത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ബാക്കി ചികിത്സകളും കാര്യങ്ങളും രമേശന് നൽകിയിട്ടുമുണ്ട്. എന്നാൽ താമരശ്ശേരി പോലീസിന് ഇതുവരെ ഈ നിശാന്തിനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടില്ല. അറസ്റ്റ് ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസ് ഈ പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പൂജ.